ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് 2 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മഫിൻസ് ആണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. അതുമാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ 6 പഴം എടുത്തിട്ടുണ്ട്. ഇത് റോബസ്റ്റ പഴമാണ്. പിന്നെ 1 കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. ബാക്കിയെല്ലാം ഞാനിതിൽ ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് റോബസ്റ്റ പഴം അതുപോലെ പീനട്ടും ഉണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം 6 റോബസ്റ്റ പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിലിടാൻ പാടില്ല കേട്ടോ. മിക്സിയിലിട്ടാൽ നന്നായിട്ട് ജ്യൂസ് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലൊരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ പഴമെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബ്ലൂബെറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 6 ബനാന ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നിറച്ച് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണാൻ പറ്റും ഞാൻ എത്രത്തോളം ക്വാണ്ടിറ്റി ചേർത്തിട്ടുണ്ടെന്നുള്ളത്. ഞാൻ 3 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബ്ലൂബെറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കഴിക്കാൻ മടിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കഴിച്ചോളും. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പഴം, പീനട്ട് ബട്ടറും ആണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സ്കൂപ്പ് എടുത്തിട്ട് നമുക്കിതുപോലെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ ലെവലായി കിട്ടും. ഇനി ഇതൊന്ന് ഞാൻ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു 8 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഈ കളറൊന്ന് മാറി വരുന്നത് വരെ മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത് കാര്യമായിട്ട് വെന്ത് വരാനൊന്നുമില്ലല്ലോ. ഇനി അതിൻ്റെ മേലെ ഞാൻ ഇതുപോലെ കുറച്ച് പീനട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം, ചെമ്പിൽ വെച്ചിട്ട്. ഞാൻ മുന്നേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ചെമ്പിൽ വെച്ച് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്, പിസ്സാൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചപ്പോൾ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.